നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പോയി. സുഭാഷ് ഇത്ര ഇടപെടിയുന്ന എന്തിനാണ് ഒരു രണ്ടാം കെട്ടുകാരിയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചേ? അതിനേക്കാളുപരി അവരുടെ ഡിവോഴ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പോലുമില്ല. 3 മാസം അവിടെ കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആകുള്ളൂ. അതിനു മുമ്പ് നിശ്ചയം നടത്തി വെക്കാൻ അവരുടെ തീരുമാനം. സുഭാഷിനേക്കാളും 3 വയസ്സ് മൂത്തതാണ് ആ പെൺകുട്ടി. അതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. പക്ഷേങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ട് സുഭാഷിന് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. കാരണം സുഭാഷ് തീരുമാനിച്ച കാര്യം എത്രയും പെട്ടെന്ന് തൻ്റെ വിവാഹം നടക്കണം. അതിപ്പോൾ 2ാം കെട്ടാണെങ്കിലും കുഴപ്പമില്ല, 3ാം കെട്ടാണെങ്കിലും കുഴപ്പമില്ല. താൻ കാരണം തൻ്റെ അനുജന്മാരുടെ ജീവിതം ഇല്ലാതാവരുത് എന്നൊരു ചിന്തയായിരുന്നു സുഭാഷിൻ്റെ മനസ്സിൽ. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു, അതെ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ വെള്ളിയാഴ്ച നമുക്ക് നിശ്ചയം നടത്തി വെക്കാം. പിന്നീട് 3 മാസത്തിന് ശേഷം കല്യാണം, ഡിവോഴ്സിന് ശേഷം കല്യാണം എന്ന് പറഞ്ഞു. സുഭാഷിന് അത് സമ്മതമായിരുന്നു. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിച്ചില്ല സുധീഷിനൊക്കെ. സുധീഷ് വന്നിട്ട് പറഞ്ഞു, എന്താ സുഭാഷ് ചേട്ടാ അത്? സുഭാഷ് ചേട്ടൻ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ? അത് ഞങ്ങളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ. ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? ഹരീഷ് പറഞ്ഞു, അതെ, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണെങ്കിൽ പിന്നെ ഞങ്ങളോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സുഭാഷിയാണ് ആ വീട് പോയി കണ്ടോ? പെണ്ണിൻ്റെ വീടൊക്കെ പോയി കണ്ടോന്ന് ചോദിച്ചു. പെണ്ണ് വീട് ഞാൻ പോയി കണ്ടില്ല. പെണ്ണിനെ ഞാൻ ഒരു കോഫി ഷോപ്പിൽ വെച്ചാൽ കണ്ടേ. എന്താ സുഭാഷ് ചേട്ടാ അത്? അതുപോലും കാണാതെയാണോ ഈ വിവാഹം തീരുമാനിക്കട്ടെ അവരിങ്ങോട്ട് വന്നേ? എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് പോയത്. ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? സുഭാഷ് പറഞ്ഞു, എടാ അതൊന്നും എനിക്ക് കുഴപ്പമില്ല. എടാ പെണ്ണിൻ്റെ 2ാം കെട്ടാന്നോർത്ത് തന്നെ. പെണ്ണിന് 2-3 വയസ്സ് കൂടുതലാന്ന് ഓർത്തോണ്ട് ഇപ്പോൾ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതല്ലല്ലോ സുഭാഷ് ചേട്ടാ. സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ധൃതിപ്പെട്ട് ഇങ്ങനെ ഈ വിവാഹം നടത്തേണ്ട കാര്യമുണ്ടോ? നല്ല പെൺകുട്ടികളെ സുഭാഷ് ചേട്ടന് കിട്ടത്തില്ലേ? ആദ്യ വിവാഹം തന്നെ കിട്ടത്തില്ലേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പം ഞാൻ അങ്ങനെയൊന്നും നോക്കുന്നില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ കല്യാണം നടക്കണം, അത് മാത്രമാണെന്ന് എൻ്റെ ചിന്ത. അപ്പോഴേക്കും ഭാസ്കരൻ അങ്ങോട്ട് വന്നു. ഭാസ്കരൻ വന്നിട്ട് ചോദിച്ചു, നിൻ്റെ തലയ്ക്ക് എന്താടാ വല്ല ഓളമുണ്ടോ? നീ എന്ത് കണ്ടോണ്ടാടാ ആ പെണ്ണിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞേ? നിശ്ചയം നടത്താമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവൻ്റെ പ്രവൃത്തി കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണ് കിട്ടാൻ നിൽക്കുന്ന എന്തോ ഇതാന്ന് തോന്നല്ലോ. നിനക്കെന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. നിനക്ക് എന്തിൻ്റെ കേടാടാ അപ്പം? അങ്ങനെയൊക്കെ പറഞ്ഞ് ഭാസ്കരൻ കുറേ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്, ഞാൻ വേറൊന്നും ഇനി നോക്കുന്നില്ല എന്ന് പറഞ്ഞു. ഭാസ്കരൻ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും സുഭാഷിനെ ഉപദേശിച്ചു. പക്ഷേ സുഭാഷിനാണെങ്കിൽ അന്നും കേട്ടിട്ട് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി അടുക്കളയിലേക്ക് വന്ന് ചായ വെക്കാൻ ഒരുങ്ങണം. അപ്പോഴാണ് സുഭാഷ് വരുന്നത്. സുഭാഷിനെ കണ്ടപ്പോൾ നിധി പറഞ്ഞു, സുഭാഷേനെ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ആ ശരി, ചായ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചായപ്പൊടി കണ്ടില്ല. അപ്പോഴേക്കും നിധി പറഞ്ഞു, അയ്യോ സുഭാഷ് ചേട്ടാ, ചായപ്പൊടി തീർന്നിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതെ, ചായപ്പൊടി ഞാൻ മേടിച്ചായിരുന്നു. ഒരു കാര്യം ചെയ്യാം, അതെന്നത്തേക്ക് ഇട്ട് വെച്ച് കാണത്തില്ല. നിധി പറഞ്ഞു, അന്നെങ്കിൽ ഞാൻ കോഫി എടുക്കട്ടെ എന്ന് ചോദിച്ചു. കോഫിയാണല്ലോ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നിധി കോഫി എടുത്ത് കൊടുക്കുകയാണ്. സുഭാഷിന് ഇഷ്ടപ്പെട്ടു. നിധി കോഫിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സുഭാഷാണ് പഠിപ്പിച്ചത്. അങ്ങനെ കുടിച്ചിട്ട് പറഞ്ഞു, പഴയതുപോലെ ഒന്നുമല്ല, നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് നിധി ആ കാര്യം പറയണേ. സുഭാഷ് ചേട്ടാ, എന്തിനാ സുഭാഷ് ചേട്ടാ എത്ര റിസ്ക് എടുക്കണേ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു 2ാം കെട്ട് വേണോ സുഭാഷ് ചേട്ടന്? അതും പോരാഞ്ഞിട്ട് ഡിവോഴ്സ് പോലും ആ പെണ്ണിൻ്റെ കഴിഞ്ഞിട്ടില്ല. അത് സാരമില്ല നിധി. അല്ല, ഇനിയിപ്പോൾ സുഭാഷ് ചേട്ടന് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നത്? അതോ ആരെങ്കിലും പ്രേരിപ്പിച്ചുകൊണ്ടാണോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല. അല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമുണ്ട് എന്നോട് പറ. സുഭാഷ് ചേട്ടന് പുറത്ത് പറയാൻ പറ്റില്ലാത്ത എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല മോളെ, ഞാനായിട്ടെടുത്ത തീരുമാനമാണ്. എത്രയും പെട്ടെന്ന് എൻ്റെ വിവാഹം നടക്കണം, അതിനി ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. നിധിക്ക് ഭയങ്കര സങ്കടമായി. നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടൻ ഇങ്ങനൊരു തീരുമാനം എടുത്തതിൽ ഞങ്ങൾക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന് അറിയാമോ? സുഭാഷ് ചേട്ടൻ്റെ ജീവിതം പോകുകയാണല്ലോ എന്ന് ഓർത്തിട്ട്. എൻ്റെ ജീവിതം പോവാനോ? എൻ്റെ ജീവിതം എങ്ങോട്ട് പോകാനാ? അല്ല, ഇങ്ങനെ ഒരു തീരുമാനം സുഭാഷ് ചേട്ടൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അതൊന്നോർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പൂർണ്ണ സംഭവത്തോട് തന്നെയാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിധി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. സുധീഷ് ഇങ്ങനെ കാത്തു നിന്നു. സുധീഷും പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. നിധി പോയി സ്കൂട്ടി എടുക്കുവാണ്. ഇതെന്താ സ്കൂട്ടിക്കാണോ പോണേന്ന് ചോദിച്ചു. അതെ, സ്കൂട്ടിക്കാണ് പോകുന്നത്. അല്ല, ബസ്സിന് പോകുമെന്ന് പറഞ്ഞിട്ടാ? ഇന്ന് ബസ്സിന് പോണില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിൻ്റെ ഇതായി. സുധീഷ് ചോദിച്ചു, അതെന്താ?
ബസ്സിന് പോകാത്തതെന്ന് ചോദിച്ചു. അതെ, ഹും, ബസ്സിന് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ടുണ്ടെങ്കിലേ ചിലരുടെയൊക്കെ എന്തൊക്കെ കാണണം. ഓ, ചിലരുടെയൊക്കെ സൊള്ളൽ കാണണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോഴത്തേനും സുധീഷ് അങ്ങോട്ട് ചെല്ലും. പിന്നെ ഗായത്രിയും വരും. അപ്പോൾ സുധീഷ് നിധിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഗായത്രിയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നിധിക്ക് അത് ഒട്ടും കൂടി ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂട്ടിക്ക് പോകാമെന്ന് നിധി വിചാരിച്ചത്. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, അയ്യോ, സ്കൂട്ടിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, ബസ്സിന് പോയാൽ മതി. വേണ്ട, ഞാൻ സ്കൂട്ടിക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ നിധി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം സ്കൂട്ടി സ്റ്റാർട്ടാവില്ല. സുധീഷിന് സന്തോഷമായി. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സ്കൂട്ടി സ്റ്റാർട്ടായി. കഷ്ടമായി പോയല്ലോ എന്ന് സുധീഷ് ഓർത്തു. എന്താണെങ്കിലും സുധീഷ് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. ഇവരുടെ പിന്നാലെ പോവുക തന്നെ. സുധീഷ് പെട്ടെന്ന് തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിധിയുടെ പിന്നാലെ പോകണം. അപ്പോഴേക്കും നിധി ചോദിച്ചു, ഇതെന്തിനാ എൻ്റെ ഒപ്പം വരണേന്ന് ചോദിച്ചു. അതെ, നിനക്ക് നന്നായിട്ട് പ്രാക്ടീസ് ഒന്നും ആയല്ലോ, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഓ, പിന്നെ എനിക്ക് പ്രാക്ടീസൊക്കെ ആയിട്ടുണ്ട്, എനിക്ക് പോവാനൊക്കെ അറിയാമെന്ന് പറഞ്ഞു. എന്നാലും അതങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത്തിരി ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്കൂട്ടി നിന്നുപോയി, സ്റ്റാർട്ടാകുന്നില്ല. പിന്നെ അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നിധിയുടെ സ്കൂട്ടി ആ സൈഡിൽ റോഡ് സൈഡിൽ വെക്കുവാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് ഹരീഷിൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞു. സുധീഷ് എന്ത് ചെയ്തു, തൻ്റെ ബൈക്ക് അവിടെ ഒതുക്കി. എന്നിട്ട് നിധിയുടെ സ്കൂട്ടി പതുക്കെ ഓടിച്ചുകൊണ്ട് പോവാണ്. അപ്പം അത് സ്റ്റാർട്ടാകത്തില്ല, തള്ളിക്കൊണ്ട് വേണം പോവാനായിട്ട്. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യുക, സുധീഷ് പോയിക്കോ, അതിവിടെ വെച്ചാൽ മതി, ഞാൻ ഹരീഷിനോട് പറഞ്ഞോളാന്ന് പറഞ്ഞു. അത് സാരമില്ല. അല്ല, സുധീഷിന് പോകണമല്ലോ. ആ, ശരിയാ, പോകണം. ഞാൻ ഗായുവിനോട് വിളിച്ചു പറഞ്ഞോളാം, ഇന്ന് ഞാൻ വരത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞോളാന്ന് പറഞ്ഞു. ഓ, ഗായു എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിധിക്ക് ദേഷ്യം വരും. പോരാത്തതിന് വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് സുധീഷ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് ഈ ഷർട്ട്, നല്ലതാണോ, കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തായിരുന്നു. കാരണം ഗായുവിനെ കാണാൻ പോകുന്നതല്ലേ, നല്ല അടിപൊളിയായിട്ട് വേണ്ടേ പോവാനായിട്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേനും നിധിക്ക് ദേഷ്യമാണ് വരുന്നത്. കാരണം നിധിയുടെ മനസ്സിലിപ്പം നിധി സുധീഷിനെ സ്നേഹിച്ചു തുടങ്ങി. നിധി ഓരോന്നിങ്ങനെ കാണിച്ചു കൂട്ടുമ്പോൾ തന്നെ സുധീഷിനറിയാം തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, പണ്ടത്തെ പോലെ ഒന്നുമല്ല, തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ അടയാളങ്ങളൊക്കെ കാണുന്നതെന്ന്. അങ്ങനെ ഹരീഷിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നിധിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ചോദിച്ചു, എന്ത് പറ്റി മുഖം വല്ലാതിരിക്കണേ? ഓ, ഞാൻ ഗായുവിനോട് സംസാരിക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ലല്ലേ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടൊന്നുമല്ല, ഞാൻ സുഭാഷേൻ്റെ കാര്യം ഓർത്തേ. സുഭാഷേട്ടൻ എന്ത് പറ്റി? അല്ല, സുഭാഷേട്ടൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചേ. പാവ സുഭാഷേട്ടന് ഒരു രണ്ടാം കെട്ടിൽ സുഭാഷേട്ടനെ സമ്മതിക്കണമെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ളവരെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും. ഇത്രയും കാലമായിട്ടും സുഭാഷേട്ടൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ സുഭാഷേട്ടൻ്റെ വിഷമം കാണും. താൻ കാരണം തൻ്റെ അനുജന്മാരുടെ ജീവൻ നശിക്കില്ലെന്ന് കരുതിയിട്ടായിരിക്കും ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അങ്ങനെ ഒരു തീരുമാനം സുഭാഷേട്ടൻ എടുക്കേണ്ട കാര്യമുണ്ടോ? അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. സുഭാഷേട്ടൻ്റെ ജീവിതം അങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു വിഷമം വരുന്നുണ്ട്. ഒരു പക്ഷേ ആദ്യത്തെ വിവാഹം ആ പെങ്കൊച്ചിൻ്റെ എന്ത് കാണിച്ചിട്ടാണ് തകർന്നതെന്ന് അറിയത്തില്ലോ. അവരുടെ സ്വഭാവം എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല. പെട്ടെന്ന് ഇടപെടിയെന്ന് ഒരു തീരുമാനം എടുക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സുഭാഷേട്ടന് ഇനി സമയമുണ്ടല്ലോ. അവർക്കാണെങ്കിൽ പെട്ടെന്ന് എൻഗേജ്മെൻറ്റ് നടത്തണമെന്നാ. എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വിവാഹത്തിൽ നിന്ന് അങ്ങോട്ട് പിന്മാറാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് സുധീഷെ, നമുക്കെല്ലാവർക്കും കൂടെ സുഭാഷേട്ടനെയും കൂടെ ഒന്നുകൂടെ ഒന്ന് ഉപദേശിക്കണം. ഒരു പക്ഷേ മനസ്സ് മാറുമെങ്കിൽ ആ നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടതും സുധീഷ് പറഞ്ഞു, നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊടുവിൽ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ നീതു ഉണ്ടായിരുന്നു അവിടെ. നീതു ഇപ്പോൾ എന്നും രാവിലെ തന്നെ വരും, അവിടെ വന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. നീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സുധീഷ് ചോദിച്ചു, നിനക്ക് വീട്ടിൽ ഒരു പണിയില്ലേ, രാവിലെ വന്നിരിക്കും? അതെ, വേറൊരിടത്തല്ല വരുന്നത്, ഞാൻ ഹരീഷേട്ടനെ കാണാനായിട്ട് ഹരീഷേട്ടൻ്റെ അടുത്തല്ലേ വരുന്നത്. അതിപ്പോൾ സുധീഷേട്ടൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് നിധിയോട് ചോദിച്ചു, എന്ത് പറ്റും നിധിയടുത്തി? അതെ, സ്കൂട്ടിക്ക് ഒരു കംപ്ലൈൻറ്റ്, അതൊന്ന് നോക്കണം, അതിന് വേണ്ടി വന്നാന്ന് പറഞ്ഞു. അതിനെന്താ എന്ന് ചോദിച്ചു. അങ്ങനെ ഹരീഷ് സ്കൂട്ടിയുടെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോഴേക്കും നിധി ഹരീഷിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, സുഭാഷേൻ്റെ കല്യാണക്കാര്യത്തെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലേ ശരിയാകത്തില്ല. കാരണം സുഭാഷേട്ടൻ അല്ലെങ്കിൽ ആ പെണ്ണിനെ വിവാഹം കഴിക്കും. അവളുടെ സ്വഭാവം എന്താ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ കല്യാണം അത് തകർന്നു പോയതാണ്. അപ്പോൾ അത് പെണ്ണിൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണോ ചെറുക്കൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണെന്ന് നടത്തില്ല. പെണ്ണ് പറയുന്നത് അയാളുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണെന്നാ. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല. അതൊക്കെ അറിഞ്ഞതിന് ശേഷം പോരെ. എന്തായാലും ഈ കല്യാണം നമ്മൾ
നടത്തരുത്, നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണം, കുറച്ചൊരു സാവകാശം സുഭാഷേനോട് നമുക്ക് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.